മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയിൽ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം ആവശ്യപ്പെട്ടതിലൊന്നും അനുകൂല തീരുമാനമുണ്ടായില്ല. ദുരന്തത്തിൽ പ്രത്യേക ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു. അർഹമായ സഹായം വൈകുന്നതിൽ ശക്തമായ പ്രതിഷേധം കേന്ദ്രത്തെ അറിയിക്കണമെന്നും എംപിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിലും ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാനം. എംപിമാർ എല്ലാ പിന്തുണയും ഉറപ്പു നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. ഈ കേന്ദ്ര സംഘത്തിന് മുൻപാകെയും പ്രധാനമന്ത്രിയുടെ മുൻപാകെയും ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചിരുന്നു. ഒട്ടും വൈകാതെ തന്നെ ആഗസ്റ്റ് 17-ന് ദുരന്തത്തിനുണ്ടായ നഷ്ടവും ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി കേരളത്തിന് ആവശ്യപ്പെടാവുന്ന തുകയും ഇനം തിരിച്ച് തയ്യാറാക്കി സംസ്ഥാനം കേന്ദ്രത്തിന് നിവേദനം നൽകുകയും ചെയ്തു. മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ട് 3 മാസത്തിലധികമായി. ഗുരുതര പരിക്കേറ്റവർക്കുള്ള ചികിത്സാ സഹായമായും ആകെ 3,31,00,000 രൂപ മാത്രമാണ് കേന്ദ്രം ലഭ്യമാക്കിയിട്ടുള്ളത്. അഞ്ജന അനിൽകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അഞ്ജന, പാർലമെന്റ് സമ്മേളനം വരാനിരിക്കെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എംപിമാരുടെ യോഗം വിളിച്ചത്. മുണ്ടക്കൈ ചൂരൽമല വിഷയം ഉൾപ്പെടെ പാർലമെന്റിൽ ഉയർത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഏത് രീതിയിലായിരിക്കും സംസ്ഥാനത്തിന്റെ തുടർ നീക്കങ്ങൾ? വിനീത, മുഖ്യമന്ത്രിയും എംപിമാരും പങ്കെടുത്ത യോഗം തിരുവനന്തപുരത്ത് ഇന്ന് നടന്നു. 2 മണിക്കൂർ നീണ്ടുനിന്ന യോഗമായിരുന്നു. ഈ യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയവും മുണ്ടക്കൈ ചൂരൽമല ദുരന്തവും അതുമായി ബന്ധപ്പെട്ട് ഇനി നടത്താനിരിക്കുന്ന കാര്യങ്ങളുമാണ്. കേന്ദ്രം സംസ്ഥാന സർക്കാരിനോട് കാണിക്കുന്നത് തികഞ്ഞ അവഗണനയാണെന്നത് മുഖ്യമന്ത്രി യോഗത്തിലടക്കം ഉന്നയിച്ചു. കേരളത്തിന്റെ ആവശ്യങ്ങളൊന്നും തന്നെ കേന്ദ്രം അംഗീകരിക്കുന്നില്ല എന്നതാണ് മുഖ്യമന്ത്രി ഇന്ന് യോഗത്തിൽ വ്യക്തമാക്കിയത്. നമുക്കറിയാം, പ്രധാനമന്ത്രി വയനാട് അടക്കം സന്ദർശിച്ചു പോയതാണ്. അതിനുശേഷം അടിയന്തര സഹായമായി പോലും ഒരു തുകയും ഇതുവരെയും അനുവദിച്ചിട്ടില്ല. അതിനോടുള്ള പ്രതിഷേധമടക്കം രേഖപ്പെടുത്തും എന്നതാണ് ഇന്ന് യോഗത്തിൽ വ്യക്തമാക്കിയത്. എംപിമാരെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി നിൽക്കണം, ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ശബ്ദം പാർലമെന്റിൽ ഉയർത്തണമെന്നാണ് ഇന്ന് യോഗത്തിൽ തീരുമാനമായത്. എംപിമാരെല്ലാവരും തന്നെ ഇതിനോട് പൂർണ്ണമായും അംഗീകരിച്ചു. വയനാട് പോലെ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായിട്ടും ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിക്കണം എന്നതടക്കമാണ് ഇന്നത്തെ യോഗത്തിൽ പരാമർശിക്കുകയുണ്ടായത്. വയനാടിന്റെ പുനരധിവാസത്തിനായി വേണ്ട തുക കൃത്യമായി നൽകണം. അതിനായുള്ള ചിലവ് തുകകൾ എല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനെ കൃത്യമായി അറിയിക്കും. 1222 കോടിയാണ് സഹായമായി പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള അപേക്ഷയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അങ്ങനെ വയനാടിനെ ഇനി വീണ്ടെടുക്കാൻ വേണ്ട എല്ലാവിധ സഹായവും കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകണം. ഇത്രയും നാളായിട്ടും യാതൊരുവിധ സഹായവും ഉണ്ടായിട്ടില്ല. കേന്ദ്ര സർക്കാരിൽ നിന്നും പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ SDRF ഫണ്ട് ഉപയോഗിക്കാമല്ലോ എന്നാണ്. എന്നാൽ ആ ഫണ്ട് ഉപയോഗിക്കുന്നതിൽ വലിയ രീതിയിൽ തന്നെ പരിമിതികളുണ്ട്. ഇത്രയും വലിയൊരു ദുരന്തത്തിലെ ദുരന്തബാധിതർക്ക് എല്ലാം തന്നെ സഹായം എത്തിക്കാൻ ആ ഫണ്ട് കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ അടിയന്തര സഹായമായി എന്തെങ്കിലും ഒരു തുക കേരളത്തിനായി നൽകണമെന്നതാണ് ഇന്ന് യോഗത്തിൽ എല്ലാവരും പറയുകയുണ്ടായത്. SDRF ഫണ്ടിന് അപ്പുറം ഒരു തുക ആവശ്യമുണ്ട് വയനാടിന്റെ പുനരധിവാസത്തിന്. എംപിമാർ ഉൾപ്പെടെ ഇതിൽ കൃത്യമായി ഈ വിഷയം പാർലമെന്റ് സമ്മേളനത്തിൽ ഉയർത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.